പതറാതെ നിന്നവന്റെ കഥ, ഞങ്ങളുടെ ദേവരയുടെ കഥ. തെറ്റി പറയല്ല, ദേവര കണ്ടെന്റെ തലവര വരെ മാറിപ്പോയി. കണിയാരല്ലേ? അതെ, ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്നാ. വരിക. ആരോഗ്യപരമായിട്ടുള്ള പല വിഷയങ്ങളെ കൊണ്ടും അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കും. അപ്പൊ നമുക്ക് പടത്തിലോട്ട് വരാം. പടത്തിന്റെ തുടക്കത്തിലാണ് ഏതി എന്ന് പറഞ്ഞ ഒരുത്തിനെ പിടിക്കാനായിട്ട് കുറവന്മാരും കൂടി പോകും. ആ സമയത്താണ് നമ്മുടെ ചെല്ലത്തിനെ കാണാം. അങ്ങനെ ചെല്ലത്തിന്റെ അടുത്ത് ഇവന്മാര് ഏതി ആരാന്ന് ചോദിക്കും. സ്വർണ്ണ അന്വേഷിച്ചു പോയ പോലീസുകാർക്ക് കിട്ടിയത് പിത്തളയാ. അപ്പോഴാണ് നമ്മുടെ ദേവരാന്റെ കഥ അങ്ങോട്ട് പറയാ. അതിനെതിരെ പോരാടാൻ ഒരു ധീരൻ സജ്ജനാണെങ്കിൽ നിനക്ക് ഭയമെന്തിനൊരു വേട്ടക്കാരെ വേട്ടയാടുന്ന മഹാവേട്ടക്കാരൻ വന്നു. ദേവരും കൂട്ടാളികളും ബേസിക്കലി ഒരു കടൽ കൊള്ളക്കാരാണ്. ജനങ്ങളുടെ ഇടയിൽ ദേവര രാജാവായിരുന്നു. அது யாரு தெரியுமா? டேய், தன் உழைப்பால் சுகந்தி மாதிரி தனியா நின்னு தனியா சிங்கிளா அடிச்ச ஒரே பேட்மேன் அவரு. പക്ഷെ കൂട്ടുകാർക്കിടയിൽ ദേവരയ്ക്ക് പുല്ല് വിലയിരുന്നു. അവരും ചരക്കോയി പിടിക്കപ്പെട്ട അത് അപകടം മൃഗ. എത്ര അപകടകരമായാലും ശരി, ഞങ്ങളത് ചെയ്തിരിക്കും. അതിന്റെ ഇടയിൽ ദേവര ആടുതോമയിൽ നിന്ന് ചാക്കോമാഷാവും. പിന്നെ അങ്ങോട്ട് ഓരോരുത്തരെ പുറത്ത് ഇങ്ങനെ വരയിട്ട് കളിക്കും. ഇതിന്റെ ഇടയിൽ സേഫായി കളിക്കുന്ന ഒരാളുണ്ട് ഇവിടെ. മികച്ച സ്റ്റൈൽ 5 മിനിറ്റിൽ. സത്യം പറഞ്ഞ ഇങ്ങേർക്ക് ദേവരാനെ കൊല്ലാൻ പറ്റില്ല. ഇങ്ങേര് ഒരു 10 പേരെ അങ്ങോട്ട് വളർത്തും ദേവരാനെ കൊല്ലാൻ. ഇതിന്റെ ഇടയിൽ നമ്മുടെ ദേവരാണെങ്കിൽ ഒരു കുറിപ്പിട്ടിട്ട് അങ്ങോട്ട് മുങ്ങും. അത് തിരിച്ചറിയാൻ യാത്ര വേണ്ടി വന്നു. എന്റെ ഈ തീരുമാനം അവന് ബുദ്ധിമുട്ടായെങ്കിൽ അച്ഛനോട് ക്ഷമിക്കണം. ഇവനാണ് വര, ദേവരയുടെ മോൻ. ദേവര അവിടത്തെ പൊതുശല്യേ. പക്ഷെ വര നിങ്ങളിൽപ്പെട്ട ഒരാളല്ലേ? നാടിന്റെ കൂട്ടുകാരനാ. വര ആരുടെങ്കിലും മെക്കെട്ട് കയറുന്നത് കാത്തിരിക്കുന്ന ഇവളാണ് തങ്കം. ഇവൾക്കാണെങ്കിൽ വരോട് ഒരു പ്രത്യേക തരം ക്രഷാ. എല്ലാവരുടെ വിചാരം വര ഒരു മണ്ടനാന്നാ. അച്ഛൻ പറഞ്ഞിട്ട് പോയ വാക്ക് പാലിക്കാനായിട്ട് സ്രാവം പുറത്ത് വന്ന് അവിടുത്തെ ആളുകളെ കൊല്ലണതൊക്കെ നമ്മുടെ വരയാ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദേവര പെട്ടിയും കിടക്കി എടുത്ത് പോവാൻ നോക്കുമ്പോ നമ്മുടെ വര പിടിച്ച് 2 കുത്തങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ദേവര തീരും. അതാണ് സത്യം.